ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സമ്മർ ഫ്രീ ആയിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റ്സിന്റെ ഹോളുമായിട്ടാണ്. ഇതെല്ലാം പർച്ചേസ് ചെയ്തേക്കുന്ന മിന്ത്രയെന്നാണ്. പ്രൈസ് എല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാവേ, കാരണം ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. അതുകൊണ്ട് പ്രൈസ് ഒന്നും കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നോക്കിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാവേ. പിന്നെ എല്ലാം വേറെ ചെയ്ത വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ വന്ന അറിയന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ മെറൂൺ കളർ A-ലൈൻ കുർത്ത സെറ്റ്സ് ആണ്. ഇത് വന്ന് A-ലൈൻ പാറ്റേൺ ആണ് പോകുന്നത്. എന്നാൽ അതിലേക്ക് പാനൽ അടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിരിവുണ്ടാവും കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ പാനൽ അടിച്ചു പോയിട്ടുണ്ട്. ഇതിലേക്ക് മൊത്തത്തില് കുഞ്ഞി ഫ്ലോറൽ ഡിസൈൻ ആണ് പോയേക്കുന്നത്. നേവി ബ്ലൂ കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് പോയേക്കുന്നത്. അങ്ങനെ പോകുന്ന ഡിസൈൻ ഒന്നുമല്ല, പ്രിന്റ് ഒന്നുമല്ല കേട്ടോ. അതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. വീനക്ക് പാറ്റേൺ ആണ്. 3/4 സ്ലീവ് ആണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4,75 85 അത്രേ ഉള്ളൂ കേട്ടോ. 5 അടി ഇല്ല ഞാന്. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഇറക്കം കണക്കാക്കിയാൽ മതിയാവും കേട്ടോ. അൽഫാഗത്തേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണ് മൊത്തം. ബാക്ക് ഫുള്ളി ഇങ്ങനെ ചെറിയ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ഫുള്ളി ഇങ്ങനെ പോയേക്കാണ് കേട്ടോ, താഴെ വരെ. ഇതിന്റെ ബോട്ടം വന്ന് പാരലൽ ബോട്ടം ആണ് കേട്ടോ. വേസ്റ്റ് വന്ന് ലാസ്റ്റിക് ആണ്, ചുറ്റിനും ലാസ്റ്റിക് ആണ് പോയേക്കുന്നത്. ഇത്രയും വിട്ടൊക്കെ അടിയിൽ ഉണ്ടാവും. പാരലൽ ബോട്ടം ആണ് കേട്ടോ. ദുപ്പട്ട വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ലെങ്തും വിട്ടും ഒക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. സൈഡിലിട്ട് വയർ ചെയ്യുന്നവർക്കും ബാക്കോട്ട് ഇങ്ങനെ ഇടുന്നവർക്കും തട്ടായിട്ട് തലയിടേണ്ടവർക്കെല്ലാം നല്ല രീതിയിൽ ലെങ്തും വിട്ടും ഉള്ള നല്ലൊരു കോട്ടൺ ദുപ്പട്ടയാണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തേക്കുന്ന XL ആണ്. എനിക്ക് യൂഷ്വൽ സൈസ് വന്ന XL ആണ്. ലാർജ് ടു XL അതാ എന്റെ സൈസ് വന്നത്. പക്ഷെങ്കിൽ ഇത് XL എടുത്തിട്ട് കുറച്ച് വലുതായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സൈസ് പെറോട്ട് എടുത്താൽ മതിയാവും. കാരണം XL എടുത്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ സൈസ് ചാർട്ട് നോക്കി എടുക്കുക കേട്ടോ. പ്രൊഡക്റ്റ് ഒക്കെ അതിലുണ്ടാവും, കറക്റ്റ് ആയിട്ടുണ്ടാവും. അത് നോക്കി എടുത്താൽ മതിയാവും. സൈസ് നിങ്ങളുടെ അളവെല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കി നിങ്ങൾ എടുത്താൽ മതിയാവേ. ഇതിന്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആട്ടോ. ബ്ലൂ തുരിശുനീല കളർ കൂടെ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയപ്പോൾ ബ്ലൂ ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പൊ പക്ഷേ ബ്ലൂ സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു XXL വരെ സൈസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്ന് പർപ്പിൾ കളർ സ്ലിറ്റഡ് കുർത്ത സെറ്റ്സ് ആണ്. ഇതും പ്യുർ കോട്ടൺ ആണ്. ഇതിന്റെ നെക്ക് വന്ന് റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു സ്ലിറ്റ് പോയേക്കണ ഒരു നെക്കാണ്. ഇതിന്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ബക്കറ്റ് ഷേപ്പില് ഒരു പാറ്റേൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ എംബ്രോയിഡറിയും ത്രെഡ് എംബ്രോയിഡറിയും പിന്നെ ഒരു മിറർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിറർ ഡിസൈൻ ഒക്കെ പോകുന്നുണ്ട്. സീക്വൻസും വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ചെറിയ ഗോൾഡൻ സീക്വൻസും വരുന്നുണ്ട്. സ്ലീവ് വന്ന് 3/4 സ്ലീവ് ആണ്. അതിന്റെ തുമ്പത്ത് ഇങ്ങനെ യോക്കിന് അടിച്ചേക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ പടി പോകുന്നുണ്ട്. പിന്നെ സ്ലിറ്റിന്റെ പോർഷനിലും ഇങ്ങനെ ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. ബാക്ക് ഇങ്ങനെ ഫുള്ളി പ്ലെയിൻ ആണ് കേട്ടോ. ഇതിന്റെ ബോട്ടം വന്ന് പലാസോ ബോട്ടം ആണ്. നല്ല വിട്ടൊക്കെ ഉണ്ട് അടിഭാഗത്തിന്. വേസ്റ്റ് വന്ന് ലാസ്റ്റിക് ആണ് കേട്ടോ. ഫുള്ളി ലാസ്റ്റിക് ആണ് പോയേക്കുന്നത്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ. വേറെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ വേറെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക്, റസ്റ്റ് ഓറഞ്ച്, ബ്ലൂ അങ്ങനെ വേറെ വേറെ കളറുകളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വന്ന് നല്ല ലെങ്തും വിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനൊരു ഡിസൈൻ ആണ് കേട്ടോ. യോക്ക് പോർഷനിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു ഡിസൈൻ ആണ് ദുപ്പട്ടയിലേക്ക് പോയേക്കുന്നത്. എന്നിട്ട് ഡാമൻ ഏരിയയിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XL ആണ്. XL എടുത്തിട്ട് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. ഒട്ടും തന്നെ ഷേപ്പ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ പെർഫെക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ സെയിം സൈസ് എടുത്താൽ മതിയാവും. ടൈറ്റ് ആയിട്ട് വെയർ ചെയ്യേണ്ടവര്, പിന്നെ ഇച്ചിരി ലൂസ് ഒക്കെ ആയിട്ട് വെയർ ചെയ്യേണ്ടവരാണെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കണേ. ഇതിന്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു XXL വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് അനോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അനാർക്കലി കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ.
ഈ കുർത്ത സെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഫംഗ്ഷൻ വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്ത സെറ്റ്സ് ആണ്. സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ്സ് ആണ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ വെയർ ചെയ്തിട്ട് എനിക്ക് ബോട്ടം കാണത്തില്ല, ആ പാകത്തിനാണ് കേട്ടോ കിടക്കുന്നത്. യോക്ക് ചെറിയ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് അതിലേക്ക് കട്ട് ബീഡ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കട്ട് ബീഡും സീക്വൻസ് ഒക്കെ കൊണ്ട്. പിന്നെ ചെറിയ മിററും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റിലും ഇങ്ങനെ ക്രോഷോ ലൈസ് വെച്ച് അതും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇങ്ങനെ പാനലായിട്ടാണ് അനാർക്കലി പോകുന്നത്, അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല വിരിവുണ്ട് കേട്ടോ, നല്ല വിരിവുണ്ട്. അതിലേക്കും ഈ പറഞ്ഞ പോലെ പാനൽ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ക്രോഷോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തും ഈ പറഞ്ഞ പോലെ ഒരു പടി വന്നിട്ട് അതിലേക്ക് ക്രോഷോ ലൈസ് ചുറ്റിനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പാനലാണ് പോകുന്നത്. ഇതിന്റെ ഇത് താഴ്ഭാഗത്ത് ബാക്കിലും ഇങ്ങനെ ക്രോഷോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുപോലെ പാനലാണ് പോകുന്നത്. യോക്ക് പോർഷന്റെ അവിടെ വെച്ച് ഇങ്ങനെ കട്ട് വന്നിട്ട് അവിടുന്ന് നല്ല ഫ്ലെയർ ആയിട്ടുള്ള അനാർക്കലിയാണ് കേട്ടോ. പാനൽ അടിച്ചു പോയേക്കുന്ന അനാർക്കലിയാണ്. സ്ലീവ് വന്ന 3/4 സ്ലീവ് ആണ്. അതിന്റെ തുമ്പിൽ ഈ പറഞ്ഞ പോലെ ടോപ്പിന്റെ താഴ്ഭാഗത്തുള്ള പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ക്രോഷോ ലൈസ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ക്രോഷോ ലൈസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്ന ഫുള്ളി ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ബോട്ടം ആണ്. പാരൽ ബോട്ടം ആണ്. അടിഭാഗത്ത് ഇത്രയും വിഡ്ത്ത് ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നത്. വേസ്റ്റ് വന്ന് ഫുള്ളി ഇലാസ്റ്റിക് ആണ്. ദുപ്പട്ട വന്ന ബോട്ടത്തിന്റെ സെയിം ഡിസൈനുള്ള ദുപ്പട്ടയൊക്കെയാണ്. ദാമൻ ഏരിയ എങ്ങനെയാണ് ഉണ്ടാവുക ദുപ്പട്ടയുടെ, നല്ല ഫുള്ളി ലെങ്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ടയാണ്. നല്ല പ്യുവർ കോട്ടൺ ദുപ്പട്ട. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XXL ആണ്. ഞാൻ XL ആണ് നോക്കിയത്, അപ്പൊ സൈസ് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് XXL ആണ് എടുത്തത്. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. XL എടുത്താൽ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ് കേട്ടോ, ബ്ലാക്ക് കളർ. അതും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ ബ്ലാക്ക് ഓൾറെഡി എടുത്തുകൊണ്ട് എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ബ്ലൂ ആക്കിയത് കേട്ടോ. ബ്ലാക്ക് നല്ല രസമുണ്ട്. 2 എടുക്കണേ അങ്ങനെ എടുക്കാം. നല്ല രസമുള്ള കുർത്ത സെറ്റ് കേട്ടോ. നെക്സ്റ്റ് വന്ന് കാളിനി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്യുവർ കോട്ടൺ അനാർക്കലി കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാം തന്നെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. എല്ലാം സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഒരു പിങ്ക് കളറാണ്. പിങ്ക് കളറിലേക്ക് ഫുള്ളി ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇതും പോയേക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷൻ വന്ന ഇങ്ങനെ ഒരു വൈറ്റ് കളർ എംബ്രോയിഡറി വർക്കാണ്. അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചുറ്റിലും ഗോട്ടാപ്പത്തി ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ അനാർക്കലി പാറ്റേൺ ആണ്. ഈ യോക്കിന്റെ ഇവിടെ വെച്ച് കട്ട് വന്നിട്ട് നല്ല വിരിവില് അനാർക്കലി കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പാനലില്ല, പക്ഷെ എന്നാലും നല്ല രീതി വിരിവിലാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. അംബർല മോഡലാണ് ഇതിന്റെ താഴ്ഭാഗം കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നല്ല രീതി വിരിവുണ്ട്. ബാക്കിലും ഈ പറഞ്ഞ പോലെ സെയിം ഡിസൈൻ തന്നെയാണ്. ബാക്കിൽ ഒരു ടൈ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ബാക്ക് നെക്ക് ഇച്ചിരി വൈഡ് ആണ് കേട്ടോ. വൈഡ് എന്ന് വെച്ചാൽ തുറന്നിട്ടല്ല, പക്ഷെ കുറച്ച് ഇറക്കുണ്ട്, ലെങ്ത് ഉണ്ട്. അപ്പം അതിലേക്ക് ടൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വലിച്ചു കെട്ടി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കും. ഒരുപാട് ഇത്രയും കഴുത്ത് ഇറക്കുള്ളത് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് അടിയിൽ ഒരു ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ അങ്ങനെ ഇടുന്നത്. അത് ഈ ഇതിന്റെ ടൈയുടെ തുമ്പത്ത് ഇങ്ങനെ ടെസ്ലൊക്കെ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഗോട്ടപ്പത്തി ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ് വന്നും 3/4 സ്ലീവ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഗോട്ടപ്പത്തി ലൈസ് ചുറ്റിനും പോയിട്ടൊക്കെ ഉണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുപോലുള്ള കട്ടിങ് ഒക്കെയാണ്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫുള്ളി അംബ്രല കട്ടിങ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ ബോട്ടവും ഫുള്ളി ഇലാസ്റ്റിക് ആണ്. പാരലൽ ബോട്ടം ആണ്. ടോപ്പിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടത്തിലും പോയേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദുപ്പട്ട കണ്ടാണ് ഞാൻ എടുത്തത്. വെയർ ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അനാർക്കലി പാറ്റേൺ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂവും നല്ലതാണ്. ഇപ്പൊ ഈ കാണിക്കുന്ന ഈ പിങ്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോ കാണാനായിട്ട്. ഇതിന്റെ ദുപ്പട്ട കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുത്തതെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെ വൈറ്റ് കളർ ഇടയ്ക്ക് പോയിട്ട് ഇതിങ്ങനെ ടോപ്പിന്റെ അതേ ഫ്ലോറൽ ഡിസൈൻ ഒക്കെയാണ് ഇതിലും വന്നേക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ നല്ല പ്യുവർ കോട്ടൺ ആയിട്ട് അത്യാവശ്യം നല്ല ലെങ്തും വിഡ്ത്തുള്ള ദുപ്പട്ടയാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന XL ആണ്. XL എടുത്തിട്ട് എനിക്ക് നല്ല രീതിയിലൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നേ. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സൈസ് ചെറുത് എടുത്താൽ മതിയാവും. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്
എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്, മസ്റ്റാർഡ് യെല്ലോ കളറും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്റെ. നെക്സ്റ്റ് വന്ന് ഇൻഡോയറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബ്ലാക്ക് കളർ ഏലൈൻ കുർത്ത സെറ്റ്സ് ആണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ നെക്കൊക്കെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ യോക്ക് പോർഷൻ വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് അതിലേക്ക് ഷുഗർ ബീഡ് കട്ട് ബീഡ് ഒക്കെ വെച്ച് ചെയ്ത് മിറർ ഒക്കെ ചെയ്തിട്ട് ഒരു നല്ല രീതിയിലൊരു വർക്ക് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ 3 ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഈ പറഞ്ഞ പോലെ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് ചെറിയ സ്വീക്വൻസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷനിൽ ഇങ്ങനെ പ്ലേറ്റ് അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെ ഇങ്ങനെ പ്ലേറ്റ് അടിച്ചു പോയിട്ടുണ്ട്. ആ പ്ലേറ്റ് അടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ വയറൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഈ വേസ്റ്റിന്റെ അവിടെ നല്ലൊരു ഷേപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. വയററിയാതെ നല്ലൊരു ഷേപ്പ് തോന്നുന്നുണ്ട് ഈ പ്ലേറ്റ് അടിച്ചു പോയേക്കുന്നത്. പിന്നെ പാനൽ അടിച്ചാണ് പോയേക്കുന്നത്, എയർലൈൻ പാനൽ അടിച്ചാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വിരിവുണ്ട് കേട്ടോ. ബാക്ക് വന്ന് ഇങ്ങനെ പ്ലെയിൻ ആണ്, അവിടെ പാനലൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല നല്ല രീതിയിൽ വിരിവൊക്കെ ഉണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ 3/4 സ്ലീവ് ആണ്. യോക്കിന്റെ അതേ ഡിസൈൻ ഒക്കെ സ്ലീവിന്റെ തുമ്പത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് പാരൽ ബോട്ടം ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ പടിയും ബാക്കിൽ ഇങ്ങനെ ലാസ്റ്റിക്കും ആണ് വരുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഇത്രയും വിഡ്ത്ത് ഉണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഫുള്ളി ഫ്ലോറൽ ഡിസൈൻ ഒക്കെയാണ്. ഇത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതി ലെങ്തും വിഡ്ത്തൊക്കെയുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് ലാർജ് ആണ്. ഞാൻ എടുത്തപ്പോൾ ലാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പൊ ലാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും നേരത്തെ മുതൽ ഇത് കാർട്ടിൽ ഇട്ട് വെച്ച ഡ്രസ്സാണ് കേട്ടോ. കുറെ നാളായിട്ട് എന്റെ കാർട്ടിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാനിത് സ്റ്റോക്ക് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് പിക്ക് ചെയ്യുക ചെയ്തിരുന്നത്. കൈ കിട്ടിയപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. ഒട്ടും തന്നെ ലൂസ് ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോഡി ഹഗ്ഗായിട്ട് അങ്ങ് കിടക്കായിരുന്നു കേട്ടോ. പിന്നെ അത് റിട്ടേൺ കിട്ടില്ല. പിന്നെ സൈസ് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. ഇപ്പം സ്റ്റോക്കിലെ സൈസ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പിന്നെ കളർ ചേഞ്ച് ഒന്നുമില്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ, ബ്ലാക്ക്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ്. നോക്കി നമ്മൾ എടുക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും സംഭവം. ഇന്ന് ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഇതിനു മുന്നേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.